Hey my angels, and Aishwarya and welcome to our channel Blush with Ash and welcome to yet another exciting vlog of my life. അങ്ങനെയൊക്കെ പറയാം. ഞാൻ ഈ വർഷം സ്റ്റാർട്ടിങ് ബിഗിനിങ്ങിൽ ഞാനും അപ്പവും കൂടി എന്താ പറയുക അബുദാബിയിൽ നമ്മൾ കോൾപ്ലേനെ കോൺസേർട്ട് പോയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അത് എൻ്റെ കോൺസേർട്ട് ജീവിതത്തിലേക്ക് ഒരു തുടക്കമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഞാൻ അന്ന് പറഞ്ഞായിരുന്നു എനിക്ക് എന്റെ കോൺസേർട്ടിനെ പറ്റി അങ്ങനെ വലിയ കോൾപ്ലേനെ പറ്റി അങ്ങനെ ധാരണയൊന്നുമില്ല. കോൺസേർട്ടും മ്യൂസിക്കും ഒക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് സോങ്സോ അങ്ങനെ കോൾപ്ലേ ഒന്നും എൻജോയ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അത് കമ്പനി പോയതാണ് അപ്പോഴും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അനിരുദ്ധിന്റെ കോൺസേർട്ടിന് പോകണമെന്ന്. ഞാൻ ഒരു വലിയ തമിഴ് സോങ്ങിന്റെ ഫാനാണ്. അനിരുദ്ധിന്റെ ഭയങ്കര ഡൈ ഹാർട്ട് ഫാനാണ്. എനിക്ക് എത്രയേ ഇഷ്ടം എന്നുള്ളത് പറയാനറിയില്ല. അത് പല വേറെ കൺട്രീസിലും ഒക്കെ ഇങ്ങനെ അനിരുദ്ധിന്റെ കോൺസേർട്ടിന് ഇങ്ങനെ പേജസിൽ അനിരുദ്ധിന്റെ ഒഫീഷ്യൽ പേജിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോഴത്തേക്ക് ഞാൻ പറയും എന്നാ ഈശ്വര എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു കോൺസേർട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു ആഗ്രഹമേ എനിക്കില്ലെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറയായിരുന്നു. താങ്ക്ഫുള്ളി എന്താ പറയാ, നമുക്ക് ഇന്ന് വി ആർ ഗോയിങ് ഫോർ അനിരുദ്ധ് കോൺസേർട്ട് ഇൻ ബാംഗ്ലൂർ. അവരുടെ ഹുക്കും വേൾഡ് ടൂറിന്റെ ഭാഗമായിട്ട് അനിരുദ്ധ് ഹിയർ ഇൻ ബാംഗ്ലൂർ. അവരുടെ പരിപാടി വന്നിട്ട് May 31 ജൂൺ 1 ആണ്, 2 ദിവസമായിട്ടാണ്. നമ്മൾ പോകുന്നത് ജൂൺ 1 കോൺസേർട്ടിനാണ്. ഐ എം സോ ഡാം എക്സൈറ്റഡ്. എനിക്ക് എത്ര എക്സൈറ്റ്മെന്റ് എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. അത്രയ്ക്കും ഞാൻ എക്സൈറ്റഡ് ആണ് ഇന്ന് അനിരുദ്ധിന്റെ കോൺസേർട്ട് പോകാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഞാൻ ദിവസം എണ്ണിയിരിക്കുന്നവരല്ലേ, ഞങ്ങളിത് ഒരു മാസം മുന്നേ ലിറ്ററലി 1 month മുന്നേ നമ്മൾ എടുത്തതാണ് ടിക്കറ്റ്സ്. അന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. 1 month മുന്നേ നമ്മൾ ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ആൻഡ് സോ മച്ച് പ്രീ ബുക്കിംഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ബുക്ക് ചെയ്തതാണ്. ആൻഡ് നമ്മൾ എനിക്കറിയില്ല എത്രത്തോളം എനിക്ക് ഐ കാൺ വെയിറ്റ്. ബിക്കോസ് ഒന്നാമത് തമിഴ് പാട്ട് എനിക്ക് ഇഷ്ടമാണ്, ഡപ്പാങ്കുത്ത് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇതിന്റെ എല്ലാ 3 മൂവി തൊട്ടുള്ള പാട്ടുകളെല്ലാം എന്റെ ഫേവറേറ്റ് ആണ്. എനിക്കൊണ്ട് എന്റെ ലൈഫിൽ ഒരു ദിവസം പോലും മീൻസ് പാട്ട് വെക്കുന്ന ദിവസങ്ങളിൽ ഒരു പാട്ടെങ്കിലും ഞാൻ ഇതിന്റെ കേൾക്കാണ്ടിരുന്നിട്ടില്ല. അത്രയ്ക്ക് വലിയൊരു ഫാനാണ് ഞാൻ, മനസ്സിലായോ? അപ്പൊ എന്നെ പോലൊരു വലിയൊരു ഫാനിന് അനിരുദ്ധയെ കാണാൻ പറ്റിയ കോൺസേർട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഏറ്റവും വലിയ ബക്കറ്റ് ലിസ്റ്റിലെ ടിക്കാണ് ഞാൻ ഇടുന്നത്. ആ ഒരു ചെക്ക് ലിസ്റ്റിലെ ടിക്കാണ് ഇടാൻ വേണ്ടി പോകുന്നത്. സോ ഡാം എക്സൈറ്റഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ആരൊക്കെ കോൺസേർട്ടിന് പോകണമെന്ന് വെച്ചാൽ ഞാനും കിരണും കൂടിയാണ് പോകുന്നത്. അനു ഉണ്ട്, പക്ഷെ അനു അവളുടെ വേറെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് വരുന്നത്. അവള് വേറെ അറേനാണ്. അതെ. അപ്പൊ ഞാനും കിരണും കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവളുടെ അടുത്ത് നമ്മളാണ് അവള് പറഞ്ഞത് അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് വേണ്ടി ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവള് നമ്മൾ അവിടെ കാണുമെന്ന് അറിയില്ല, ബിക്കോസ് അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് പോകുന്നതും. നമ്മള് 2-വീലറിൽ പോവാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു കാറിന് പോവാന്ന്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഞാനും കിരണും മാത്രമേ ഉള്ളൂ. അനു അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് വരുന്നത്. തിരിച്ചു വരുമ്പോൾ അവള് നമ്മളിവിടെ ഉണ്ടാവും. അപ്പൊ സത്യം പറഞ്ഞാൽ എത്ര എക്സൈറ്റ്മെന്റ് എനിക്ക് ഐഡിയ ഇല്ല. പക്ഷെ ഞാനിവിടെ എന്റെ എക്സൈറ്റ്മെന്റ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ 2 മണിക്ക് ഇറങ്ങണം. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, 1.5 മണിക്കൂറുണ്ട് ഈ സ്ഥലത്തേക്ക്, കോൺസേർട്ട് നടക്കുന്ന കോൺസേർട്ട് ഏരിയയിലേക്ക്. പിന്നെ എന്തിട്ടാണ് ഇപ്പൊ ഓൾറെഡി 1 മണി കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് കുളിച്ച് വന്നിട്ടേ ഉള്ളൂ. കിരൺ എന്റെ ഡ്രസ് ഇടാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇന്നലെ പീരിയഡ്സ് ആയി. ഓക്കെ, എനിക്ക് എന്ത് ഇമ്പോർട്ടന്റ് കാര്യം എന്റെ ജീവിതത്തിൽ നടക്കും, സന്തോഷമുള്ള കാര്യങ്ങൾ, ഇവന്റ്സ്, കല്യാണം, എന്തുണ്ടോ മറ്റേ കല്യാണരാമനെ പോലെയാണ് എന്ത് പരിപാടി വന്നാലും അപ്പൊ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ പീരിയഡ്സ് ആവും. അതാണ് സംഭവം. അപ്പൊ എനിക്ക് ഞാൻ ഇന്നാണ് ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഇന്നലെയായി. ഇപ്പൊ എന്തായാലും സെക്കൻഡ് ഡേ പീരിയഡ്സ് വെച്ചിട്ടാണ് ഞാൻ കോൺസേർട്ടിന് പോകുന്നത്. വി ഹാവ് ടു സ്റ്റാൻഡ് അറ്റ്ലീസ്റ്റ് ഫോർ ദ മിനിമം 6 hours, 5 to 6 hours. I don't know how I will manage, but I will manage. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് വെന്നിടത്തിനൊക്കെ കാണാൻ കിട്ടുന്ന ചാൻസ് ഒക്കെ ഭയങ്കര റയർ ആയതുകൊണ്ടൊന്നും നമ്മൾ ബോധർ ചെയ്യുന്നില്ല. സോ ലെറ്റ്സ് ഗോ ഗെറ്റ് റെഡി. ബിക്കോസ് അത് എനിക്ക് എനർജി ഇല്ല. ബിക്കോസ് ഞാൻ സെക്കൻഡ് ഡേ ഓഫ് പീരിയഡ്സിൽ ഐ എം സോ ടയേർഡ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നുണ്ട്. പക്ഷെ ഐ ഡോണ്ട് ഹാവ് ദി എനർജി. അതുകൊണ്ട് ഞാൻ വേഗം പോയി റെഡി ആയിട്ട് ഓടി വരാം. എവരിബഡി, ഞങ്ങൾ അങ്ങനെ കോൺസേർട്ടിന് പോകാൻ വേണ്ടി റെഡിയായി പടപടയെന്ന് ഇറങ്ങി. നമ്മൾ വേഗം ഊണ് കഴിച്ചു. പെട്ടെന്ന് റെഡിയായി. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത്. ഇത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചാൽ കേട്ടോ. ഇപ്പൊ 2:15 2:15 നമ്മള് എന്താ സ്ഥലത്തിന് പേര് യലഹങ്ക അല്ലേ? യലഹങ്ക കഴിഞ്ഞു വേണം അല്ലെ? യലഹങ്കയും കഴിഞ്ഞു വേണം നമുക്ക് പോകാൻ വേണ്ടിട്ട് ഈ ഒരു സ്ഥലത്തേക്ക്. ഞങ്ങള് മാത്രമാണോ ഇത് നേരത്തെ ഇറങ്ങിയിരിക്കണെന്ന് ഒരു സംശയമില്ലാതില്ല. കിരണിന്റെ ഫ്രണ്ട് രാവിലെ വിളിച്ചിട്ട് ഇന്നലെ കോൺസേർട്ട് അറ്റൻഡ് ചെയ്ത ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരു 3:30 ഇപ്പൊ ഇറങ്ങിയാൽ മതി എന്ന്. ഈ 2:15 വണ്ടി കയറി എന്നപ്പോഴാണ് ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനെയുണ്ട്. അനുവൊക്കെ 4 മണിക്കേ ഇറങ്ങണുള്ളൂ. നമ്മളായിരിക്കും ഈശ്വര അവിടെ ആദ്യം എത്താൻ വേണ്ടി തമ്പുരാനറിയാം. കിരണിനെ പാർക്കിംഗ് ഒക്കെ കിട്ടുമെന്നൊക്കെ ഉള്ളത് ഭയങ്കര ടെൻഷനുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇനി വെറുതെ പാർക്കിംഗ്, ട്രാഫിക് എല്ലാം കൂടി കുളമാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ പോണത്. ഞാൻ ഈ ഒരു ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പോയാൽ മതിയെന്നല്ല. ഇത്ര ധൃതി പിടിച്ച് ഓടി അങ്ങനെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്.
എന്തായാലും നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ചിലപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ ഇന്ന് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഒന്നും പറയാൻ പറ്റട്ടോ, എന്റെ മനസ്സാണ് വെറുതെ പലതും പറയുമല്ലോ. അപ്പൊ അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. പിന്നെ നമുക്ക് യൂഷ്വലി ഇവിടെ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് അങ്ങനെ അധികം ട്രാഫിക് ഉണ്ടാകാറില്ല കമ്പയർ ടു വീക്കെൻഡ്സിനാണ് നമുക്കിവിടെ ഹെവി ട്രാഫിക് വരുന്നത്. വീക്ക് ഡേയ്സിൽ ഇറ്റ്സ് മാനേജബിൾ. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ രണ്ടും കൂടി സെറ്റാക്കി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. 2:15 നമുക്ക് ആക്ച്വലി ഈ ആഴ്ച ബിഗിനിങ് ഒക്കെ മഴ ഉണ്ടായതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. മഴ എങ്ങാനും പെയ്യുക എന്നുള്ളത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 3-4 ദിവസം ഇവിടെ മഴയൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് ഇടാമെന്നാണ് വിചാരിച്ചത്. ഇതാകുമ്പോഴത്തേക്കും തണുപ്പാണെങ്കിലും കുഴപ്പമില്ല. വെച്ചാൽ തണുപ്പുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നല്ല കാറ്റും തണുപ്പാണ്. അവിടെ നല്ല ചിൽ വെതറാണ്. അപ്പൊ അത് നമുക്ക് ഓപ്പൺ എയറും കൂടി ആകുമ്പോഴത്തേക്കും ഡെഫിനറ്റ് ആയിട്ടും കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടേക്കുന്നത്. സെറ്റല്ലേ? ഇന്നലെ എനിക്ക് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് നെയിൽസ് ഒന്നും ഫിക്സ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. നാളെ സ്കൂൾ റീ ഓപ്പൺ ചെയ്യണോണ്ട് നമ്മൾ രാവിലെ മുതൽ തന്നെ നല്ല പണിയായിരുന്നു. നാളെ സ്കൂൾ റീ ഓപ്പൺ ചെയ്യണല്ലോ, ജൂൺ 2 അല്ലേ നാളെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ബുക്സ് കവർ ചെയ്യലും അങ്ങനത്തെ കുറെ ബഹളങ്ങളൊക്കെ ആയിരുന്നു. വാവ നഴ്സറിയിൽ പോയി തുടങ്ങും ഈ വീക്ക് തൊട്ടിട്ട്. അപ്പൊ അവളുടെ ബുക്ക്, അവന്റെ ബുക്ക്, എല്ലാവരുടെ ബുക്ക് കവർ ചെയ്ത് 12 മണി എന്തോ ആവാറായപ്പോഴാണ് കുളിക്കാൻ പോയത്. അപ്പോൾ അവന് നെയിൽസ് ഫിക്സ് ചെയ്യാൻ സമയം കിട്ടിയില്ല. സോ ഞാൻ ഓർത്ത് വണ്ടിയിൽ നിന്ന് വെക്കേജ് എത്ര നേരം 1 മണിക്കൂറിന് മേലെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രസ് ഓൺ നെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ ഞാൻ എന്റെ പണി തുടങ്ങട്ടെ. അങ്ങനെ നമ്മള് പാർക്കിങ്ങില് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മള് ഇങ്ങോട്ട് പോകട്ടെ. എനിക്ക് വെയിലായിട്ട് എന്നെ കിട്ടുന്നുണ്ടോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര വെയിലാണ്. മഴ ഉണ്ടാവും എന്ന് ടെൻഷൻ അടിച്ചിട്ടല്ല കേട്ടോ. കുരിഞ്ഞ വെയിലാണ്. ഇറ്റ്സ് ഓക്കെ. മഴേനേക്കാളും ഭേദം വെയിൽ തന്നെയാണ്. എന്തായാലും ഭയങ്കര ക്രൗഡൊന്നും ഇല്ല. എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ പോലെ നേരത്തെ സ്ഥലം പിടിക്കാൻ വേണ്ടി വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അനു ഇങ്ങ് വെച്ചിട്ടില്ല. അനു ഇറങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. പോകാം. നിങ്ങളിപ്പോൾ കേട്ടത് അവർ പ്രാക്ടീസ് ചെയ്യുന്ന വോയിസ് ആട്ടോ. അവർ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ പാട്ടാണ്. പിന്നെ ഞങ്ങളത് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ക്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കണക്കിന് നേരത്തെ വന്ന് നന്നായി. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം ഫ്രണ്ടിലേക്ക് തന്നെയാണ് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റിയത്. നല്ല വെയിലുണ്ടായിരുന്നു. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു 4:30 കഴിഞ്ഞപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയി. ഞാൻ കോൾപ്ലേക്ക് പോയപ്പോഴത്തേക്കും നമ്മൾ റിസ്റ്റ് ബാൻഡ് ഉണ്ടായിരുന്നില്ല, അത് ഇവിടെ ഉണ്ടടാ. ഞാനത് കണ്ടിട്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. യെസ്, നമ്മൾ അകത്ത് കയറി. ഒരു 4:30 ആയപ്പോഴത്തേക്കാണ് ഗേറ്റ് ഓപ്പൺ ആയത്. ഈ സാധനം ഇവിടെ ഉണ്ടോ അല്ല കണ്ടപ്പാ, ഈ സാധനം ഇവിടെ ഉണ്ടോ. അപ്പോൾ നമുക്ക് ഓടിപ്പോയി കയറാം. ഓടിപ്പോ നിൽക്കുന്നുണ്ട് എവിടെ സ്റ്റേജ് ഇടാമെന്ന് നമുക്ക് നിൽക്കണമെങ്കിൽ നല്ല അങ്ങോട്ട് നിൽക്കാനുള്ള സ്ഥലമൊക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ട് കിരൺ വാഷ്റൂമിൽ പോയപ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും കഴിക്കാണ്ട് സാൻഡ്വിച്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് ഫുഡ് സ്റ്റോൾസും ഡ്രിങ്ക്സിന്റെ സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വഴിയെ കാണിക്കാം. അവിടെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഭയങ്കര വെയിലാട്ടോ കേട്ടോ. പിന്നെ 5 o'clock ആവാറായി. നന്നായി നമ്മൾ നേരത്തെ എത്തിയത്. അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. പ്ലാറ്റിനത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും മുന്നിൽ നിൽക്കണം. അടിപൊളിയായിക്കോട്ടെ. ഇവിടെ ഒരു മിനിറ്റ് കാണിച്ചത്. അവിടെ അവർ ഫയർ വർക്സിന്റെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാം ചെക്ക് ചെയ്ത് ശരിയാണോ എന്ന് ചെക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ. അവരെല്ലാം ട്രയൽ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വെയിൽ നിന്നല്ലേ ഒരു ആശ്വാസമല്ല കേട്ടോ വെയിലിന്. ഏട്ടൻ നമുക്ക് സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ച് നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ച് പിടിച്ചിട്ടുണ്ട്. സെറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ വിഷം തളർന്നു. ബിക്കോസ് നമ്മളൊരു കോൺസേർട്ടിന് പോയി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കിരൺ വാഷ്റൂമിൽ പോയി. ഞാൻ വേഗം തന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൂടി വാങ്ങിച്ചു തോന്നു. അങ്ങനെ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത് കൊണ്ട് നമ്മൾ കുറച്ച് ആശ്വാസം ഇരിക്കാനല്ലേ കണ്ടു. ഒരു 5-5:15 ആയപ്പോഴത്തേക്കും ഞാനൊരു ചായ കുടിക്കാനും വാഷ്റൂമിൽ പോകേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചു. കിരൺ വേണ്ടാന്ന് പറഞ്ഞു. തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് കാല് വേണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ആ ബാരിക്കേഡിൻ്റെ അവിടെ ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഓപ്പണിംഗ് പെർഫോമൻസസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ രസമുണ്ടായിരുന്നില്ല ഓപ്പണിംഗ് പെർഫോമൻസ്. നമുക്ക് കുറച്ച് ബോറടിക്കുമായിരുന്നു. എന്നാലും നമുക്ക് അവിടെ നിൽക്കുകയും കേൾക്കുക അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ. നമ്മൾ മെയിൻസ് ആളെ നമ്മൾ കാത്തിരിക്കുകയാണല്ലോ എന്തൊക്കെയാണെങ്കിലും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അനിരുദ്ധിൻ്റെ ടീമിൻ്റെ DJ തുടങ്ങി. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് സോ ഗുഡ്. അതിങ്ങനെ അവരിങ്ങനെ ജയിലറിൻ്റെ പാട്ടും തീം സോങ്ങും ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ കേൾക്കാൻ. പിന്നെ എല്ലാം പുള്ളിയുടെ പാട്ട് തന്നെയാണല്ലോ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗിൽ ഞാൻ കോപ്പിറൈറ്റിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നേ ഇല്ല കേട്ടോ. ബിക്കോസ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. അത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു വ്ളോഗിൻ്റെ ഫോമാറ്റിലെങ്കിലും കൊണ്ടുതരണം, കാണിച്ചു തരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് എല്ലാ പാട്ടുകളും ഇനി അങ്ങോട്ട് ഞാനൊന്നും വോയിസ് ഒന്നും കളയാണ്ട് അതുപോലെ തന്നെ ഇടും കേട്ടോ. കോപ്പിറൈറ്റ് കിട്ടിയാലും കിട്ടിയില്ല, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ബിക്കോസ് വർഷങ്ങൾ കഴിഞ്ഞാലും എനിക്കിത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ആ ഫീൽ കിട്ടാൻ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കാലങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു മൊമെൻറ്റ് വന്നെത്തി. അനിരുദ്ധ് ഇപ്പം തുടങ്ങും ആൻഡ് ലെറ്റ്സ് ബിഗിൻ ദ കോൺസെർട്ട്. This film is called 3. And if you know this song, I would like for you to sing and vibe with me. Are you ready? It goes something like Hello Sam, louder, let's go! Then what about your boys? I am sing song, soup song. Let's go back to. എനിക്കിന് ഡബിൾ ദമാക്ക അടിച്ച പോലത്തെ ഒരു എഫക്റ്റ് ആണ് കേട്ടോ ജോനീറ്റ ഗാന്ധിനെ കണ്ടപ്പോൾ. എനിക്ക് പുള്ളിക്കാരത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു സത്യം പറഞ്ഞു. പിന്നെ ഈ ഗോൾഡ് സർക്കിളും ആൻഡ് ഓൾസോ സിൽവർ സർക്കിളുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ബാക്കിലേക്ക്, അതായത് അവരുടെ അടുത്തേക്ക് പോയിട്ട് കുറച്ചധികം പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു കീബോർഡിൽ. അത് അടിപൊളി ഫീൽ ആയിരുന്നേ. പിന്നെ കുറേ നേരം അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ടതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബർഗർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രിങ്ക്സും ഒക്കെ അവിടെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു, ചായ, പിസ്സ, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ വി തോട്ട് ലൈക്ക് വിൽ ഹാവ് സംതിങ്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് 2 ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് ഡാൻസൊക്കെ കളിച്ചു. ഓ മൈ ഗോഡ്, എനിക്ക് കിരണിൻ്റെ ഫസ്റ്റത്തെ ഒരു പ്രോപ്പർ ഒരു കോൺസേർട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് കിരണിൻ്റെ ഫേസിൽ നിന്ന് തന്നെ അറിയാം കിരൺ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എനിക്കതും ഭയങ്കര സന്തോഷമായിട്ടോ. ഹായ് എവരിബഡി, അങ്ങനെ നമ്മളുടെ കോൺസേർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? പൊളിച്ച് അടുക്കി. എൻ്റെ അമ്മേ, എനിക്ക് ആ ചെക്കനെ കണ്ടിട്ട് കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ടായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ വേറെ കത്തിച്ചെന്ന് പറയില്ല, കൂട്ടിയിട്ട് കത്തിച്ചെന്ന് പറയില്ല, ആ അവസ്ഥയാണ്. ഇപ്പം നമ്മൾ കൂടുതൽ പറയാം, നമ്മൾ റിവ്യൂ അതിന് മുന്നേ നമ്മൾ അനുവിനെ ലൊക്കേറ്റ് ചെയ്യാണ്ട് നോക്കാം. അനുവിൻ്റെ ഗേറ്റ് സിൽവർ ഗേറ്റ് ആണ്, ഞങ്ങളുടെ പ്ലാറ്റിനാണ്. അനു ഞങ്ങളെ കാത്ത് പ്ലാറ്റിനം ഗേറ്റിൻ്റെ എക്സിറ്റിൽ പോയി, ഞങ്ങൾ അനുവിനെ കാത്ത് സിൽവർ ഗേറ്റിൻ്റെ അപ്പുറത്ത് വന്നു. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം ഫോൺ വിളിച്ചുകൂടെ, ഇവിടെ റേഞ്ചും ഉണ്ടായിരുന്നില്ല. എങ്ങനെയോ അവളെ ആരുടെയൊക്കെയോ ഫോണിൽ നിന്ന് വിളിച്ചിട്ടാണ് ഇപ്പോൾ കിട്ടിയേക്കണം. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ മതി, ബിക്കോസ് നമ്മൾ ഈ സിൽവർ ഗേറ്റ് വഴിയാണ് പാർക്കിങ്ങിലേക്ക് പോയി. എൻ്റെ സൗണ്ടൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടാ കാർ കയറി. അമ്മേ
അപ്പൊ അവളും കൂടെ വരുന്നുണ്ട്, എന്നിട്ട് നമുക്ക് റിവ്യൂ പറയാം. ഭയങ്കര പൊളിയായിരുന്നു കേട്ടോ. അമ്മോ ഫൈനലി നമുക്ക് അനുവിനെ ജിമ്മിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. നാളെ സ്കൂളിൽ വിടണോടി പിള്ളേരൊക്കെ. അതാണ് ഏറ്റവും വലിയ ഇതിനൊക്കെ സ്കൂളിൽ പിള്ളേർക്ക് നാളെ ഉണ്ണിക്കുട്ടിക്ക് സ്കൂളിൽ തുറക്കണില്ല, 1-ാം തീയതി ആണല്ലോ. പോളി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല മക്കളെ, കാറി കേട്ട് പറയാം, ഇരുന്നിട്ട് പറയാം. ഓ മൈ ഗോഡ്, ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എനിക്കറിയാൻ പാടില്ല, എന്നെ തൊണ്ട പോയി. ഞാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അനിരുദ്ധിന്റെ ഒരു കോൺസേർട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ പല ആൾക്കാരുടെ മുന്നേ എന്നെ അറിയുന്ന ആൾക്കാരടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറയും, അയ്യോ ഇത് ഇത്രയും കൊല്ലം വരെ നമ്മുടെ ഇന്ത്യയിലൊന്നും കോൺസേർട്ട് ഇല്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എത്രയോ കൊല്ലം വരെ എന്നൊക്കെ. പക്ഷെ ദിസ് വാസ് എ സർപ്രൈസ് വൺ. ആൻഡ് നമുക്ക് പ്രീ ബുക്കിംഗിന് ടിക്കറ്റ് കിട്ടി ആൻഡ് അടുത്ത് കാണാൻ പറ്റി. അതായത് ബാക്ക് സൈഡിലോട്ടുള്ള ഗോൾഡൻ സിൽവർ ആൾക്കാർക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് പാട്ട് പാടിയപ്പോഴത്തേക്കും ഞങ്ങള് കിരണിനെ വലിച്ചോണ്ട് പോയി. ഞാനാണെങ്കിൽ അവിടുത്തെ ആ ബാരിക്കേഡിന്റെ ഫ്രണ്ട് തൂങ്ങി നിൽക്കണേ, എനിക്ക് കാലിനെടുത്ത് നിൽക്കാൻ കിരൺ നീ വാ എന്നാലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അടുത്ത് കണ്ടു ഒരു തങ്കക്കുടം പോലത്തെ ഒരു ചെറുക്കനുണ്ടോ ഞാനൊരു ഇത് സത്യം പറഞ്ഞാൽ ഒരുമാതിരി സൂര്യൻ കത്തി നിൽക്കണവരുണ്ടല്ലേ, കടപ്പന പിടിക്കുന്നില്ല, കടപ്പ പ്രതികരിക്കുന്നില്ല. എന്താ പറയാനുള്ളത് അതിനൊരു സൗന്ദര്യത്തിനെ പറ്റി? സുന്ദരനല്ലേ, പക്ഷെ എന്നെ കണ്ടപ്പന അത്ര ഒന്നും പോരട്ടോ, അങ്ങനല്ല ചെറിയ ചെറുക്കനാണ്. എനിക്ക് ഇത്തിരി വലിയ ചെറുക്കന്മാരൊക്കെ ഇഷ്ടം. അപ്പൊ എടാ ഭയങ്കര ഭംഗി, ആൻഡ് ചെക്കന് സോ മച്ച് ഓഫ് എനർജി. അട്ടി അവൻ തീ കത്തിച്ചു, കൂട്ടിയിട്ട് കത്തിച്ചു എന്ന് പറയില്ല, അതെ അവൻ സെറ്റ് ദ സ്റ്റേജ് ഓൺ ഫയർ എന്ന് പറയുമ്പോഴത്തേക്കും ലിറ്ററലി ദാറ്റ് ഈസ് വാട്ട് ഇറ്റ്. ഒന്നും പറയാൻ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ എം സോ ഹാപ്പി. എനിക്ക് ഇനി വേറെ കോൺസേർട്ടുകളൊന്നും കണ്ടില്ലല്ലോ, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയുന്നത് അല്ലല്ല, അതിന്റെ അവിടെ ആഡ് കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിന്റെ ആപ്പിനിട്ട് ഹാരിസ് ജയരാജിന്റെ നമുക്ക് പോണെന്ന് പറഞ്ഞത് ഇതിന്റെ കൂടി അവര് ഇതിന്റെ ഒക്കെ ചെയ്യാമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഇതിനെ കാണാൻ എന്റെ കണ്ണൊക്കെ നിറഞ്ഞടി ആദ്യത്തെ പാട്ട് പാടിയപ്പോ. ഇരുട്ടായതുകൊണ്ട് ഞാനത് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് കണ്ണു നിറഞ്ഞു. എടാ എനിക്ക് അത്ര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഫാൻ ഗേളാണ്, ഞാൻ ഡൈ ഹാർഡ് ഫാൻ ഗേളാണ്. എനിക്ക് ഞാൻ അനിരുദ്ധിന് ആദ്യം എൻട്രൻസിൽ മീൻസ് എൻട്രി കാണിച്ച് പാട്ട് പാടി തുടങ്ങിയപ്പോ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. അത്രയ്ക്കും വികാരതയും ബിക്കോസ് ഞാൻ ഒരിക്കലും ഓർത്തില്ല ആ വികാരപരിതയെ. ബിക്കോസ് ഞാൻ അങ്ങനെ അടുത്തൊന്നും ഒരു കോൺസേർട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും ഓർത്തില്ല അനിരുദ്ധിന്റെ. എനിക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടെന്നുള്ളത് എനിക്ക് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ആൻഡ് ദ കോൺസേർട്ട് വാസ് ലിറ്റ് ബിക്കോസ് ഞാനിപ്പോ കോൾഡ് പ്ലേ ഒക്കെ കണ്ടത് കൊണ്ടുള്ള വെളിച്ചത്തിൽ ഞാൻ റിവ്യൂ പറയുകയാണെങ്കിൽ അല്ല അതേപോലത്തെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലിറ്ററലി അതുപോലത്തെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഓർഗനൈസ്ഡ്, അവരുടെ ലൈറ്റ് ഷോസും ഫയർ വർക്ക്സും കൺഫ്യൂഷൻസും എല്ലാം ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു വലിയൊരു കോൺസേർട്ട് കണ്ടതുള്ളത് കൊണ്ട് ഞാൻ പറയാണ് അതുപോലത്തെ തന്നെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കിഡിലനാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമുള്ള, എനിക്ക് അങ്ങനെ ഉണ്ടോ, എനിക്ക് സൗത്ത് ഇന്ത്യൻ പാട്ട് കേൾക്കുമ്പോഴാണ് ഭയങ്കര ഹാപ്പിനെസ്. അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി മട്ടുപിടിച്ച ഒരു അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനപ്പോ ഓർക്കണേ ഈ പാട്ട് പറഞ്ഞ ആൾക്കാർ ശരിക്കും എന്ത് ബ്ലെസ്ഡ് ആണല്ലേ. സി അവർക്ക് അല്ലടാ അതുമല്ല, പാട്ട് എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരുന്നത് അല്ലെ. എല്ലാവർക്കും പാട്ട് പാടാൻ പറ്റത്തില്ല, പക്ഷെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും യുണൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ പാട്ട് പാടുക അങ്ങനത്തെ കഴിവെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. സോ എന്താ പറയാ, എനിക്ക് എന്റെ സന്തോഷം പറഞ്ഞിരുന്നില്ല. I'm so happy tonight. അത്ര സന്തോഷമുണ്ട്. പക്ഷെ കാലൊക്കെ പരിപ്പിളകി, കണ്ണപ്പന്റെ കാല് വേദനയാണ്. മിക്കവാറും കണ്ണപ്പൻ നാളെ വർക്ക് ഫ്രം ഹോം ആയിരിക്കുമല്ലോ കണ്ണപ്പ. കണ്ണനെന്ന് ചെക്കിരണ്ട് ഉരിച്ചിലും എന്താ പറയണത്, കണ്ണെന്ന് കയറുന്നത് ആ കിരണ് ഒഴിച്ചിലും പിടിച്ചിലും ആയിരിക്കും നാളെ വെക്കുക. മിക്കവാറും നാളെ ഇടിച്ചു പിഴിയല്ല ഇത് രാവിലെ. കാരണം ഓൾറെഡി കാലുവേദന മറ്റേ ചെറുതായിട്ട് ആംഗിൾ പെയിൻ ഉള്ളതാ. ഇന്ന് രാത്രി ഇപ്പൊ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കിടന്നോട്ടാ. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കിടക്കാനോ മൊത്തത്തിൽ ഒഴിഞ്ഞെടുത്തോളാം. അനു പറയാ, അനുവിന്റെ പുതിയ വീട്ടില് ബാത്ടബ് ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ മാറ്റം അവൾക്ക് കാല് പൊക്കി വെക്കില്ല, മൊത്തം മുങ്ങിക്കട. എനിക്ക് മൊത്തത്തിൽ മുങ്ങിക്കിടക്കണം. അപ്പൊ ഞാൻ പറയുന്നത് നിന്റെ സൈസില് നിന്റെ ബാത്റൂമില് ബാത്ടബ് അല്ല ജക്കൂസി വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവര് ചേട്ടാ 6 അടിയിലുള്ള ജക്കൂസി കിട്ടും. 6 അടി ആർക്ക്? അങ്ങനെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കാല് പോയി പുറത്തെടുക്കൂലേ. 6 അടി കൂടുതൽ അല്ല 6 അടിയെങ്കിലും വേണ്ടേ, എന്നാലും എനിക്ക് മുങ്ങി കിടക്കാൻ പറ്റുള്ളൂ.
യെസ്, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ കാല് ഞാൻ പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ ആണ് എടുക്കാം. ഞാൻ പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ ആണ് ഇവിടെ വന്നേക്കുന്നത്. എനിക്ക് കാലൊക്കെ പൊളിഞ്ഞിട്ട് പോയാ. പക്ഷേ ഞങ്ങള് നല്ലോണം ഫുഡ് കഴിച്ചിട്ടോ. ഒരു മിനിറ്റ്. ഞാനും കിരണും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ബിക്കോസ് ഞാൻ ഞാൻ കിരണിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങൾ കോൾപ്ലേറ്റ് പോയപ്പോഴത്തേക്കും ഒന്നും കഴിച്ചൊന്നുമില്ല. തിരിച്ചെന്നപ്പോഴത്തേക്കും വീട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല. എല്ലാം ലേറ്റ് ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിപ്പോട്ടെ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് സാധനം കൂട്ടുമെന്ന് വാങ്ങിച്ച് കഴിച്ചോണം, അല്ലെങ്കിൽ വിശന്ന് മരിക്കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിദഗ്ധമായിട്ട് വന്നപ്പോ തന്നെ സാൻഡ്വിച്ച്, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയിട്ട് ബർഗർ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഡ്രിങ്ക്സ് കുടിച്ചു. അപ്പൊ ഞങ്ങൾ നല്ലോണം ഫുഡ് കഴിച്ചതുകൊണ്ട് ഞാനത് പ്രത്യേകം പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് തീരുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പോയതിന്റെ വെളിച്ചത്തിലാണ്. അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീരാൻ വേണ്ടി അതുമല്ല, നമ്മൾ പോണ വഴിയാണെങ്കിൽ പോലും ചിലപ്പോൾ ഉണ്ടാവാൻ നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കിട്ടുന്ന സാധനം കഴിച്ചില്ലെങ്കിൽ പണി വാളൂന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കിരൺ പക്ഷേ ബുദ്ധിപരമായിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾക്കൊരു ഗുണമായി. അവള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും. അപ്പൊ അങ്ങനെ ഒരു കത്തിക്കൽ കത്തിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ടൈം വന്നിട്ട് 10 മണി കഴിഞ്ഞ് വീട്ടിലേക്ക് ഒന്ന് വിളിച്ചിട്ട് പിള്ളേരെ എന്ത് ചെയ്യാൻ നോക്കണം. അപ്പൊ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. We had so much fun. We loved the concert. Everything was so well organized. Amazing standard ആയിട്ടുള്ള കിടിലൻ കോൺസെർട്ട് ആയിരുന്നു. അപ്പൊ ലവ് യു അനുരുത്ത്. പ്ലീസ് കം വിത്ത് മോർ കോൺസെർട്സ്. ലവ് യു. അപ്പൊ ഞങ്ങള് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ചാച്ചാ ബൈ ബൈ. തൊണ്ട വേന എടുക്കുന്നു. ബൈ ബൈ.